നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ 4 മണിക്കാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 1 മണിക്കൂർ നേരത്തെ തന്നെ എത്തി വളരെ പ്രധാനപ്പെട്ട 2-3 പദ്ധതികളിൽ പരിപാടികളിലും കൂടി പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് നേരത്തെ തന്നെ എത്തി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിൽ ആശംസകൾ അർപ്പിക്കാനും ഈ യോഗത്തിൽ പങ്കെടുക്കാനും വന്ന KT ജലീൽ MLA അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കാൻ ക്ഷണിച്ചു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മാന്യ സുഹൃത്തെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ സലീം ഹാജി ഉൾപ്പെടെയുള്ള മാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ചേകനൂർ മൗലവിയുടെ അനുസ്മരണ ചടങ്ങും അതോടനുബന്ധിച്ച മതഭീകരതയ്ക്കെതിരായ ഒരു സെമിനാറുമാണ് ഇവിടെ നടക്കുന്നത്. ചേകനൂർ മൗലവിയുടെ ഒരുപാട് ആശയങ്ങളോട് വ്യക്തിപരമായി വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം എന്താണോ മനസ്സിലാക്കിയതും വിശ്വസിച്ചതും അത് നിർഭയമായി പറയാനുള്ള അവസരമുണ്ടാകണം എന്ന പക്ഷക്കാരനും കൂടിയാണ് ഞാൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ വോൾട്ടയർ മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ട് ആ അഭിപ്രായം അവർക്ക് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് പ്രാമുഖ്യം നൽകുന്നതിനെ സംബന്ധിച്ച് പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു വചനമുണ്ട്. ഇഫ് ഐ ഡിസഗ്രി വിത്ത് വാട്ട് യു സേ, ഐ വിൽ പാഷനേറ്റ്ലി ഫൈറ്റ് ഫോർ യുവർ റൈറ്റ് ടു സേ ഇറ്റ്. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നുവെങ്കിലും നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ പടവരുതും. ലോകത്തങ്ങോളം ഇങ്ങോളം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രവാചകന്മാർ എക്കാലത്തും ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യത്തിൻ്റെ അന്തസത്ത ഇതായിരുന്നു. നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യമാണ് നമ്മളുടേത്. ഒരുപാട് മതങ്ങൾ, വിശ്വാസങ്ങൾ, ആശയധാരകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ദർശനങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ജീവിത രീതികൾ, ഇവയെല്ലാം കൊണ്ട് നിർഭരമാണ് നമ്മളുടെ രാജ്യം. ഇന്ത്യയെപ്പോലെ ഇത്രമാത്രം വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്ന ഒരു നാട് ലോകത്ത് വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മളുടെ രാജ്യത്ത് മതസ്വാതന്ത്ര്യം എല്ലാ മതവിഭാഗങ്ങൾക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്നു. പലരും കരുതുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപം കൊണ്ട ഭരണഘടനയുടെ
ആവിർഭാവത്തോടെയാണ് ഈ ഒരു അവകാശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്നാണ്. ആ ധാരണ ശരിയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ ഇന്ത്യ എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും സ്വീകരിക്കുവാനും പുൽകുവാനും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭരണാധികാരിയുടെ വിശ്വാസവും മതവുമൊന്നും ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമോ വിഷയമോ ആയിരുന്നിട്ടില്ല. അശോക ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അശോക ചക്രവർത്തി ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം നടത്തി ഈ രാജ്യം വീണ്ടും നിരവധി വർഷം ഭരിച്ചിട്ടുള്ള ഭരണാധികാരിയാണ്. അന്നും ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ഹൈന്ദവ മതവിശ്വാസികൾ തന്നെയായിരുന്നു. അശോക ചക്രവർത്തി ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയതിന് ശേഷം ഇന്ത്യയിൽ ഭരണം നടത്തിയപ്പോൾ ഈ രാജ്യത്തിലെ ഭൂരിപക്ഷ മതസമൂഹം ഞങ്ങളെ ഭരിക്കാൻ ഈ ന്യൂനപക്ഷ മതവിഭാഗക്കാരനായ അശോകന് എന്താണ് അവകാശം എന്ന് ചോദിച്ച് കലാപമോ സംഘർഷമോ ഉണ്ടാക്കിയതായി നമുക്ക് അറിവില്ല. നീണ്ട 800 വർഷക്കാലം മുസ്ലിം ചക്രവർത്തിമാരും രാജാക്കന്മാരും ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ട്. ഈ 800 വർഷ കാലയളവിനിടയിൽ ഒരു സന്ദർഭത്തിൽ പോലും ഇന്ത്യയിലെ ഹൈന്ദവ മതവിശ്വാസികൾ സംഘടിതമായി യോഗം ചേരുകയോ അവർ മുസ്ലിങ്ങളുടെ ഭരണം അവസാനിപ്പിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിക്കുകയോ ആ ഭരണം മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരായിട്ടുള്ള ഞങ്ങൾ നിരാകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്തതായി ചരിത്രത്തിൽ രേഖകളില്ല. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നെങ്കിൽ പോലും അലക്സാണ്ടർ ഞങ്ങളുടെ മതക്കാരനല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള സമരവും പോരാട്ടവും നടന്നതായി അറിവില്ല. നീണ്ട 800 വർഷക്കാലം നീണ്ടുനിന്ന മുസ്ലിം രാജാക്കന്മാരുടെ ഭരണം അവസാനിക്കുന്നത് ഹിന്ദുക്കൾ നടത്തിയ കലാപത്തെ തുടർന്ന് ആയിരുന്നില്ല. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അവസാനത്തെ മുഗള ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തിയതോടുകൂടിയാണ് നീണ്ട 800 വർഷക്കാലം നീണ്ടുനിന്ന മുസ്ലിം ഭരണത്തിന് തിരശ്ശീല വീഴുന്നത്. പിന്നീട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണമാണ് സ്ഥാപിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാർ വിശ്വാസം കൊണ്ട് ക്രൈസ്തവരാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം ഇന്ത്യയിൽ നടന്നു. ആ പോരാട്ട സമരങ്ങളുടെ വീഥികളിൽ ഒരിക്കൽ പോലും ക്രൈസ്തവരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് ഞങ്ങളെ ഭരിക്കാൻ എന്തവകാശം എന്ന് ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ചോദിച്ചതായി നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ ഒരു പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നീണ്ട 17 വർഷക്കാലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇരുന്നത്. നെഹ്റു ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരു ഭൗതികവാദിയായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മതാഭിമുഖ്യമുള്ള ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ അതിനിശിതമായി നെഹ്റു വിമർശിച്ചിട്ടുണ്ട്. ബക്രാൻ അങ്കൽ എന്നീ 2 അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പണ്ഡിറ്റ് നെഹ്റു നടത്തിയ പ്രസംഗം ചിന്തോദ്ദീപകമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "If anybody wants to see God, they may come here. This is the sanctum sanctorum of India." ആർക്കെങ്കിലും ലോകത്ത് ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ലക്ഷക്കണക്കിന് ഹെക്ടർ കാർഷിക ഭൂമിയെ കാർഷിക സമൃദ്ധമാക്കുവാൻ ഉതകുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന് പ്രഖ്യാപിച്ചത്. കോടിക്കണക്കിന് മനുഷ്യർക്ക് ദാഹജലം പകർന്നു നൽകുവാൻ
ഹേതുവായ രണ്ടണക്കെട്ടുകളെ ചൂണ്ടിയാണ് ഇതാണ് ഇന്ത്യയുടെ ദൈവം എന്ന് നെഹ്റു പ്രഖ്യാപിച്ചത്. മഹാഭൂരിപക്ഷം അന്നും ഇന്ത്യയിൽ വിശ്വാസികളായിരുന്നു, വിവിധ മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ. അവരാരും നിരീശ്വരവാദിയായ നെഹ്റുവിന്, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത നെഹ്റുവിന്, ഒരു ദൈവത്തിലും വിശ്വാസമില്ലാത്ത നെഹ്റുവിന് ഞങ്ങളെ ഭരിക്കാൻ എന്താണ് അവകാശം എന്ന് ചോദിച്ചതായി നമുക്കറിവില്ല. 1957 കേരളം രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സഖാ VMS ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. സഖാ VMS തികഞ്ഞ നാസ്തികനും ഭൗതികവാദിയുമായിരുന്നു. അന്നും കേരളത്തിൽ ഭൂരിഭാഗവും വിശ്വാസികളായിരുന്നു. ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൂതരും ജൈനരും ഒക്കെയായി. ഈ മതവിശ്വാസികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് EMS എന്ന് പറയുന്ന നിരീശ്വരവാദിക്ക് ഞങ്ങളെ ഭരിക്കാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കുകയോ മുദ്രാവാക്യം മുഴക്കുകയോ ചെയ്തതായി നാം കേട്ടിട്ടേയില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് എല്ലാ വിശ്വാസധാരകളെയും പുൽകാൻ നമ്മളുടെ നാടിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇതിന് സമാനമായ ഒരു കാഴ്ച ലോകത്ത് മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷം അധികം വൈകാതെ ഇന്ത്യയുടെ 3ാമത്തെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. അതിനുശേഷം ഫഖറുദ്ദീൻ അലി അഹമ്മദും ഡോക്ടർ APJ അബ്ദുൽ കലാമും ഇന്ത്യയുടെ പ്രസിഡന്റുമാരായി. മുസ്ലിങ്ങൾ താരതമ്യേന കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ വന്നു എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. രാജസ്ഥാനിൽ മുസ്ലിം ജനസംഖ്യ 10% താഴെയാണ്. അവിടെയാണ് ബർക്കത്തുള്ള ഖാൻ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായത്. അസാമിൽ മുസ്ലിം ജനസംഖ്യ 26% വരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള കശ്മീർ കഴിഞ്ഞാലുള്ള 2ാമത്തെ സംസ്ഥാനമാണ് ആസാം. അൻവാറ തൈമൂറ എന്ന ഒരു മുസ്ലിം വനിത ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് അസാമിലാണ്. ബീഹാറിൽ അബ്ദുൽ ഗഫൂർ അവിടുത്തെ മുഖ്യമന്ത്രിയായി. മഹാരാഷ്ട്രയിൽ അബ്ദുറഹിമാൻ ആന്ദുലെ അവിടുത്തെ മുഖ്യമന്ത്രി പദത്തിലിരുന്നു. പോണ്ടിച്ചേരിയിൽ MOH ഫാറൂഖ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മതവും ജാതിയും വർഗവും വർണ്ണവും നോക്കി ഭരണാധികാരികളെ നിശ്ചയിക്കുന്ന ഒരു കീഴ്വഴക്കം മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ആധുനികർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്താണ് ഇത്തരത്തിലുള്ള ചിന്തകളും ആലോചനകളും ശക്തിപ്പെടുന്നത് എന്നത് വളരെയേറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഈ മതങ്ങളെയും വിശ്വാസങ്ങളെയും നമുക്ക് സഹോദര മതങ്ങളായി കാണുവാൻ കഴിയണം. നമുക്കറിയാം, ഇന്ത്യയിൽ ഇന്ന് വിവിധ മതവിശ്വാസധാരകളെ പുൽകുന്ന ആളുകളുടെ മുൻമുറക്കാർ, പൂർവികർ, അവരൊക്കെ സിന്ധു നദീതട സംസ്കാരത്തിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങളുടെ മതവിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോയിരുന്ന ആളുകളായിരുന്നു. പിന്നീട് അവരിൽ നിന്നാണ് മുസ്ലിങ്ങളും ക്രൈസ്തവരും ബുദ്ധരും ജൈനരും പാർസികളും ജൂതരും എല്ലാമായി ആളുകൾ മതപരിവർത്തനം നടത്തി വരുന്നത്. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത മതങ്ങളിലേക്ക് ആളുകൾ വ്യാപകമായി മതപരിവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും പ്രദേശത്ത് അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഉണ്ടായി എന്ന് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കേരളത്തോളം ഇന്ത്യയോളം സൗഹൃദവും സ്നേഹവും നിലനിൽക്കുന്ന ഒരു രാജ്യം, മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു രാജ്യം വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എൻ്റെ 2 വന്ദ്യരായിട്ടുള്ള അധ്യാപകന്മാർ ഡോക്ടർ മുസ്തഫ കമാൽ പാഷയും ഡോക്ടർ അബ്ദുറസാഖ് സുല്ലമിയും, അവർ 2 പേരും ഒരു ലോകയാത്ര നടത്തുകയുണ്ടായി. ആ
ലോകയാത്ര കഴിഞ്ഞ് വിശുദ്ധ ഖുർആനിലെ ചരിത്ര പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു അവർ പോയത്. അവർ കണ്ട കാഴ്ചകൾ ഒരു CD-യിൽ പകർത്തി, വീഡിയോയിൽ പകർത്തി അവർ തിരിച്ചു വന്നു. തങ്ങൾ കണ്ട കാഴ്ചകളെ സംബന്ധിച്ചും കണ്ടുമുട്ടിയ സമൂഹങ്ങളെ സംബന്ധിച്ചും ഒരു സുദീർഘമായ പ്രഭാഷണം അവർ നടത്തി. ആ സന്ദർഭത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ അന്വേഷണ തൃഷ്ണയോടെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ, കണ്ടുമുട്ടിയ സമൂഹങ്ങളിൽ ഒരു വിശ്വാസിക്ക്, വിശിഷ്യ ഒരു മുസ്ലിമിന് ജീവിക്കുവാൻ പോന്ന ഏറ്റവും അനുയോജ്യമായ നാട് ഏതാണ്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവർ മറുപടി പറഞ്ഞത്, ഇന്ത്യയോളം അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട് ലോകത്ത് മറ്റെവിടെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും മതേതരത്വത്തെയും മതസഹിഷ്ണുതയെയും പുഷ്ടിപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിൽ മതകലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുണ്ട്, ഗുജറാത്തിൽ വംശഹത്യയുണ്ടായിട്ടുണ്ട്, ആസാമിൽ മതാന്ധതയുടെ ശക്തികൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി വലിയ പോർക്കളങ്ങൾ അവിടെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും മതപരമായിട്ടല്ലെങ്കിൽ വംശീയമായി ഒരേ മതവിശ്വാസധാരകളിൽ തന്നെയുള്ള അവാന്തര വിഭാഗങ്ങളുമായി വലിയ സംഘർഷങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവില്ല. മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന രാജ്യമാണ് മഹാഭൂരിഭാഗം മുസ്ലിങ്ങളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യത്ത് ഒരു ദിവസം പോലും വെടിയേറ്റ് മരിക്കാത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പള്ളികളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നു, നൂറുകണക്കിന് ഇസ്ലാം മതവിശ്വാസികൾ വധിക്കപ്പെടുന്നു. പട്ടാണികളും പഞ്ചാബികളും തമ്മിൽ, മുഹാജിറുകളും നേരത്തെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന പ്രദേശവാസികളും തമ്മിൽ ഒക്കെ വംശീയമായ, പ്രാദേശികമായ, സാംസ്കാരികമായ വൈരുദ്ധ്യങ്ങളുടെ പേരിൽ ഒരേ വിശ്വാസധാരയിൽ ഉൾപ്പെടുന്നവർ വരെ സംഘർഷങ്ങളിലും കലാപങ്ങളിലും ഏർപ്പെടുന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അതുപോലെയുള്ള സംഘർഷങ്ങളും കലാപങ്ങളും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനത മതന്യൂനപക്ഷങ്ങളുടെയും മറ്റു ഇതര മത വിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ജനകീയമായ ഇന്ത്യയുടെ പക്ഷത്തും മുഖത്തുമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കേറെ സന്തോഷവും അഭിമാനവും പകർന്നു നൽകുന്നതാണ്. ഇന്ത്യയുടെ മഹത്വം അറിയണമെങ്കിൽ ലോകത്തിൻ്റെ മറ്റു ദിക്കുകളിലേക്ക് നാം പോകണം. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം സുഖകരമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാർ അവരൊക്കെ തന്നെ ഈ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിച്ചത്. 35-ാമത്തെ വയസ്സിലാണ് അബുൽ കലാം ആസാദ് കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസിന്റെ അമരത്ത് അതിന്റെ പ്രസിഡന്റായി ആസാദിന് മുമ്പും ശേഷവും ഒരു 35-കാരൻ ഇരുന്നിട്ടില്ല. 35-കാരനായ അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായിരുന്നു. ആ ഇസ്ലാമിക പണ്ഡിതനെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുത്താൻ ഈ രാജ്യത്തിന് 2 പ്രാവശ്യം ആലോചിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല. ആസാദ് കോൺഗ്രസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് തന്റെ ചുറ്റും കൂടി നിന്നവരോട് മഹാത്മാഗാന്ധി അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, ഇന്ത്യയുടെ നിധിയാണ് ആ ചെറുപ്പക്കാരൻ എന്ന്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ. മൗലാന അബുൽ കലാം ആസാദ് പ്രസിഡന്റായിരുന്ന കാലത്ത് അന്ന് പലപ്പോഴും രാജ്യത്തിന്റെ വിഷയങ്ങളും രാജ്യത്തിന് പുറത്തുള്ള കാര്യങ്ങളും ആലോചിച്ച് നേരം വൈകുമായിരുന്നു. ഹക്കീം അജ്മൽ ഖാന്റെ വീട്ടിലായിരുന്നു നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പല നേതാക്കളും അന്തിയുറങ്ങിയിരുന്നത് എന്ന കാര്യവും ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ വേണ്ടി സാധിക്കും. ഞാനിത് പറയുന്നത് ഇത്തരത്തിലുള്ള വിവേചനങ്ങളും
ഇത്തരത്തിലുള്ള വേറെ ഒരു മതത്തിൽ പെട്ടുപോയി എന്നുള്ളതുകൊണ്ടും നമ്മളുടെ രാജ്യത്ത് അങ്ങനെയൊന്നും വിവേചനങ്ങൾ ആർക്കും അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല. ഇന്ത്യയിൽ ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ ഏറ്റവും വലിയ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണ് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ. ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗം, ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ജനത. അവർക്ക് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നാലയലത്ത് പോലും അവരെ കാണാൻ പാടില്ലാത്ത സാമൂഹ്യ സാഹചര്യങ്ങളും അടിമകളെപ്പോലെ അവർ ഗണിക്കപ്പെടുന്ന സ്ഥിതിവിശേഷവും ഈ നാട്ടിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസധാരയെ തന്നെ പുൽകുന്നവരാണ്. ഹിന്ദുമത വിശ്വാസധാരയെ പുൽകുന്നവരാണ് എന്നുള്ളതുകൊണ്ട് അവർ മനുഷ്യരായി ഈ നാട്ടിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൂടി നാം ഓർക്കണം. ഒന്നിന്റെ പേരിലുമുള്ള വിവേചനം പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നതല്ല. വംശത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും മതത്തിന്റെ പേരിലും വിശ്വാസ പ്രമാണങ്ങളുടെ പേരിലും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിലും ഒന്നുമുള്ള വിവേചനങ്ങളെ, അനീതികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എല്ലാതരം വിവേചനങ്ങൾക്കുമെതിരായി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം അവർ ആരാണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല എന്നുള്ളതാണ്. തങ്ങൾ ആരാണ് എന്ന് മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്, മുസ്ലിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പ്രസംഗിച്ചും പ്രഭാഷണങ്ങൾ നടത്തിയും അല്ല, നമ്മളുടെ ജീവിതത്തിലൂടെയാണ്. അങ്ങനെ ജീവിതത്തിലൂടെ നമ്മളുടെ വിശ്വാസ പ്രമാണത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും തെറ്റിദ്ധരിക്കുന്ന അവസ്ഥക്ക് മാറ്റം വരുത്തുവാൻ നമുക്കാവും. ഞാനൊരു മുസ്ലിമാണ് എന്ന് ഞാൻ മാലോകരോട് വിളിച്ചു പറഞ്ഞ് ആളുകൾ അറിയേണ്ട കാര്യമല്ല. എൻ്റെ പേരുകൊണ്ടും എൻ്റെ വേഷഭൂഷാദി കൊണ്ടും എൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ആവരുത് മറ്റുള്ള മതസമുദായക്കാർ ഞാനൊരു മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. എന്നെക്കുറിച്ച് മറ്റു മതസ്ഥർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. എന്തു പറയുന്ന സാഹചര്യം? ഇദ്ദേഹം ഒരു നല്ല പൊതുപ്രവർത്തകനാണ്, വാക്ക് പാലിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്, അഴിമതി നടത്താത്തവനാണ്, ഒരു 10 പൈസ വാങ്ങാത്തവനാണ്. ഏത് മതജാതി വിഭാഗക്കാരും തന്നെ സമീപിച്ചാൽ അവരോട് ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതെ തന്നാൽ കഴിയുന്നത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നവനാണ് എന്ന് എന്നെക്കുറിച്ച് മറ്റു മതസ്ഥരായിട്ടുള്ള പൊതുസമൂഹം, മറ്റു വിഭാഗങ്ങളിൽപ്പെടുന്നവർ, പൊതുജനങ്ങൾ അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ എനിക്കാവുന്നില്ല എങ്കിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ മുസ്ലിം ഒരു മുസ്ലിമാണ് എന്ന് അദ്ദേഹത്തിന്റെ പേരുകൊണ്ടോ അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ കൊണ്ടോ അല്ല ലോകം മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും. അയാളെക്കുറിച്ച് നാട്ടുകാർ പറയണം, ആ ഉദ്യോഗസ്ഥൻ നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, അയാളെ സമീപിച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാകുന്ന കാര്യമാണെങ്കിൽ, നിയമാനുസൃതമായിട്ടാണെങ്കിൽ അദ്ദേഹം അത് ചെയ്തു തരും. 10 പൈസ പോലും അയാൾ കൈക്കൂലി വാങ്ങില്ല, ഒരാളെ അയാൾ ബുദ്ധിമുട്ടിക്കില്ല, മതവും ജാതിയും വർഗവും വർണ്ണവും നോക്കി അയാൾ പെരുമാറില്ല. അങ്ങനെ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനെ കുറിച്ച് പൊതുസമൂഹം പറയണം. എന്നിട്ട് പൊതുസമൂഹം വിലയിരുത്തണം അദ്ദേഹം അങ്ങനെ ആയത് എന്തുകൊണ്ടെന്നാൽ ഹി ഈസ് എ മുസ്ലിം, അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു വിശ്വാസി, ഒരു നല്ല മുസ്ലിം തന്നെക്കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാം. കച്ചവടക്കാരനായ ഒരു മുസ്ലിം എങ്ങനെയാണ് താനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ടത്? അയാളെക്കുറിച്ച് നാട്ടുകാരും സമൂഹവും പറയണം. നമുക്ക് വിശ്വസിച്ച് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഈ കടയുടെ ഉടമസ്ഥൻ അമിത ലാഭമെടുക്കുകയില്ല. ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണെന്ന് പറഞ്ഞ് 2ാം ക്വാളിറ്റി സാധനങ്ങളും 3ാം ക്വാളിറ്റി സാധനങ്ങളും നമുക്ക് നൽകി നമ്മളെ വഞ്ചിക്കില്ല. ബിക്കോസ് ഹി ഈസ് എ മുസ്ലിം, അദ്ദേഹം ഒരു മുസ്ലിമായ കച്ചവടക്കാരനാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ പറയണം. അങ്ങനെ പറയിപ്പിക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വാസികളാണോ അല്ലയോ എന്നുള്ളത് ഒരു സ്വയം വിമർശനത്തിന് തന്നെ നാം വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക നാഗരികത പൂത്തുലഞ്ഞിരുന്ന
ഒരു സമയത്ത് ബാഗ്ദാദിലുണ്ടായ ഒരു സംഭവവും കൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബാഗ്ദാദ് പട്ടണത്തിൽ ആളുകൾ കൂടുന്ന ഒരു മാർക്കറ്റിന്റെ സ്ഥലത്തിന്റെ സമീപം വന്നു നിന്നുകൊണ്ട് ഒരു ജൂതനായ മനുഷ്യൻ വിളിച്ചു പറയുന്നതായി ഫിലിപ്പ് കെ ഹിറ്റി ദി അറബ്സ് ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്നതിന്റെ വിഖ്യാതമായ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. ബാഗ്ദാദിൽ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് വന്നു നിന്നുകൊണ്ട് ജൂതനായ ഒരു മതവിശ്വാസി വിളിച്ചു പറയുകയാണ്, ബാഗ്ദാദിൽ ഇന്നാലിന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു വീടുമുണ്ട്. ആ വീടും ആ സ്ഥലവും അതിന്റെ യഥാർത്ഥ വിലയുടെ 10 ഇരട്ടി വർദ്ധിപ്പിച്ച് ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. കൂടി നിന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പുരയിടത്തിന് യഥാർത്ഥ വിലയുടെ 10 ഇരട്ടി വർദ്ധിപ്പിച്ചു പറയുന്നത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, എന്റെ വീടിന്റെ ചുറ്റും താമസിക്കുന്നത് ഒരു പറ്റം മുസ്ലിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ ആ വീട്ടിലാക്കി ലോകത്തിന്റെ ഏത് ദിക്കിലും പോകാം. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തിയാലും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സ്വത്തും അവിടെ സുരക്ഷിതമായിട്ടുണ്ടാകും. യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ ധാരകളെ ഉൾക്കൊണ്ട ഇസ്ലാമിക സമൂഹം അധിവസിക്കുന്ന ഒരു ദിക്കിൽ ഏത് മതവിശ്വാസിക്കും പറയാൻ സാധിക്കുന്ന വാക്കുകളാണ് ഇത്. ഇനി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക, നമ്മളുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മറ്റു മതസ്ഥർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുമോ? എങ്ങനെയെങ്കിലും കിട്ടിയ വിലക്ക് സ്ഥലവും ഈ വീടും ഒഴിവാക്കി പോകണം. എന്തുകൊണ്ടെന്നാൽ ഈ വീടിന്റെ ചുറ്റും താമസിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ സിദ്ധത്തിൽ നിന്നൊഴിയാൻ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറയുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ഇസ്ലാമിന്റെ നാഗരികത. അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലും രൂപത്തിലും ഭാവത്തിലും പൂത്തുലഞ്ഞ കാലത്ത് ബാഗ്ദാദിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ചേകനൂർ മൗലവി 19 വർഷം കഴിഞ്ഞു നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്. അദ്ദേഹം വധിക്കപ്പെടുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോടും അദ്ദേഹത്തിന്റെ ഒരുപാട് അഭിപ്രായങ്ങളോട് വ്യക്തിപരമായി വിയോജിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ആ അഭിപ്രായത്തെ നിഷേധിക്കുവാനും ആ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തോട് എതിർത്ത് നിൽക്കുന്ന, ആശയപരമായി എതിർത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ള സ്വാതന്ത്ര്യവും വകവെച്ച് നൽകേണ്ടത് തന്നെയാണ്. ആ ഒരു വിശാല മനസ്കതയിലേക്ക് നമുക്ക് ഉയർന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മറ്റുള്ള മതസ്ഥരോടും സമൂഹങ്ങളോടും ആശയഗതിക്കാരോടും പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരോടും ആ ഒരു രീതിയിൽ നമുക്ക് പെരുമാറുവാനും അങ്ങനെ കാര്യങ്ങളെ കാണുവാനും കഴിയണം, സാധിക്കണം. അതിന് നമുക്ക് പ്രചോദനം നൽകാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സഹായകമാകും എന്നുള്ള വിശ്വാസം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിനോടനുബന്ധമായി നടക്കേണ്ട പരിപാടി 4 മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ചടങ്ങല്ല, ഈ പരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.